ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ ഒരു കാർ സ്റ്റീരിയാണ്. നമുക്ക് ഒരാൾ കൊറിയർ അയച്ചു തന്നതാണ്. ഓൺലൈൻ മേടിച്ചാണ്. ഇപ്പം ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അയച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ ചാനൽ സ്റ്റീരിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സപ്ലൈ എന്നൊക്കെ എല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓഡിയോ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. സപ്ലൈ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ പവർ ഓൺ ആയില്ല. നിലവിൽ പവർ ഓൺ ആവുന്നില്ല. അപ്പോൾ എന്തായാലും വേറെ കണക്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേക്കാം. നിലവിൽ സ്റ്റീരിയോ ഓൺ ആവുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അയച്ചിട്ട് നോക്കാം. കണക്ടർ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സംശയം കൊണ്ട് ഞാൻ വേറെ കണക്ട് ചെയ്ത് നോക്കിയാണ്. നിലവിൽ അനക്കമൊന്നും ഇല്ല. സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്യാം എന്തായാലും. ഈ 5 വോൾട്ട് നല്ലൊരു ഓക്കെയാണ്. ഇതിനകത്ത് വോൾട്ടേജ് എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ നോക്കണം. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് SMDയുടെ.
ഇതിനകത്ത് ഇവിടെ ഒരു SMD റെസിസ്റ്റർ വരുന്നുണ്ട്. 4.7 ഒരു KD വരുന്നുണ്ട്. അപ്പം അതിലേക്ക് പവർ ഓൺ ആക്കുമ്പോഴത്തേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പവർ ഓൺ ആക്കുമ്പം വോൾട്ടേജ് ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജിലേക്ക് വോൾട്ടേജ് കുറവാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെസിസ്റ്ററോടൊന്നും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കറക്റ്റായിട്ടുള്ള വാല്യൂ കാണിക്കുന്നുണ്ടോ എന്നാണെന്നുള്ളത്. അത് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് നോക്കാം. അതിലേക്ക് പോയേക്കുന്ന റെസിസ്റ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഓണാക്കിയിട്ട്. സ്റ്റാൻഡ് ബൈ ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ ഔട്ട്പുട്ട് സ്റ്റേജിൽ 11 വോൾട്ട് വരുന്നുണ്ട്. അപ്പം നിലവിൽ സ്റ്റീരിയോ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ കൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓണാകുന്ന പോലുമില്ല. സംഭവം ഓഡിയോ കംപ്ലൈൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഓഡിയോ പ്രശ്നമില്ലായിരുന്നു. സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് സ്വിച്ചിങ് ആ സമയത്ത് ഫ്രണ്ട് പാനലിലേക്കുള്ള വോൾട്ടേജ് ഇതിൽ കയറി വരുന്നില്ലായിരുന്നു. അപ്പം ഈ റെസിസ്റ്റർ മാറ്റിയിട്ടപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.